ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ശ്രുതിക്ക് വല്ലാത്ത സന്തോഷമായിരിക്കും. സംഗതി നിസാരമൊന്നുമല്ലല്ലോ. 5 ലക്ഷം രൂപയുടെ ബംഗ്ലാവല്ലേ ഒരു 3 കോടിക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ലോട്ടറി അടിച്ചതുപോലെ തന്നെയാണ് അവൾക്ക് തോന്നുന്നത്. ശ്രുതിക്കും ഇത് കേട്ടപ്പോൾ ഒരു കൈ നോക്കാലോ എന്ന് തോന്നി. ശ്രുതി സംശയത്തോട് ചോദിച്ചു, അല്ല ശ്രുതി, ഇതിന് ഇത്രയും പൈസ കൊടുക്കേണ്ടി വരുമോ എന്ന്. അപ്പോഴേക്കും കൂടെ ഉണ്ടായിരുന്ന ആനന്ദം പറയുന്നുണ്ട്, ഏയ് ഇതൊട്ടും കൂടുതലൊന്നുമല്ല ശ്രുതി, 2 കോടി രൂപയിലെ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നത്. പിന്നെ നിന്നെപ്പോലെ ഒരു ബിസിനസ്സുകാരന് ഇത് വിൽക്കാൻ കിട്ടുന്നത് വിശ്വനാഥൻ സാറിനും വലിയ സന്തോഷമായിരിക്കും. നീ ഒന്ന് ആലോചിച്ചു നോക്ക്. പണം വെറുതെ കയ്യിൽ വെച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. നല്ലൊരു കാര്യത്തിനായി ഇത് ഉപയോഗിക്കണം. ഇത്രയും വലിയൊരു ബംഗ്ലാവ് ഈ കാലത്ത് ഈ റേറ്റിന് കിട്ടത്തൊന്നുമില്ല. വീടിന്റെ ഫോട്ടോസൊക്കെ സുധിയെ കാണിച്ചു കൊടുത്തു. കൊള്ളാലോടോ വീട്, ഇത് എത്രയാ വില? നല്ല ഭംഗിയുണ്ട്. ശ്രുതിക്ക് അത് കണ്ടപ്പോൾ തന്നെ അങ്ങ് പിടിച്ചു. വീടിന്റെ ഇന്റീരിയർ വിഷ്വൽസൊക്കെ കണ്ടപ്പോൾ ശ്രുതിക്കും വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ആനന്ദ പറയുന്നുണ്ട്, അതാ ഞാൻ പറഞ്ഞത്, ഇത് വാങ്ങിക്കണം. പൈസയുടെ കാര്യം ആലോചിച്ച് നിങ്ങൾ വിഷമിക്കണ്ട. ഇപ്പോ ലോൺ എടുക്കാൻ എന്തെളുപ്പാ. ആദ്യം ഒരു അഡ്വാൻസ് കൊടുത്താൽ മതി. സംഗതി നമ്മുടെ പേരിലാക്കി തരും. ബാക്കി തുക ലോണായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ശ്രുതിക്കും അതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നി. ആനന്ദം പോയി കഴിഞ്ഞപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, കൊള്ളാലേ ശ്രുതി? ശ്രുതി പറഞ്ഞിട്ട്, അതേ ശ്രുതി, എന്റെ മനസ്സിലും ഇങ്ങനെ ഒരു വീട് തന്നെ വേണമെന്നുണ്ടായിരുന്നു. ശ്രുതി ഓർത്തു, സ്വന്തമായിട്ടൊരു വീട് എന്നത് നമ്മൾ പണ്ട് മുതലേ കാണുന്നൊരു സ്വപ്നമല്ലേ. പെട്ടെന്ന് അവൾക്കൊരു കാര്യം ഓർമ്മ വന്നു. തന്റെ അമ്മയുടെ ഫോട്ടോ എവിടെയോ കളഞ്ഞു പോയിട്ടുണ്ടാകുമെന്ന് പേടിച്ച് അവൾ അകത്തേക്കോടി. പക്ഷേ ഫോട്ടോ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ദേ കണ്ടോ കണ്ണേറമ്മേ, ആ കണ്ണേറൊക്കെ മാറി ഇപ്പോ നമുക്ക് നല്ല കാലം വന്നു തുടങ്ങി. ഈ ഫോട്ടോ ഇവിടെ തന്നെ ഇരിക്കണം. ശ്രുതി ഭക്തിയോട് കൂടത്തില് അവരെ പ്രാർത്ഥിച്ചു. ആ ഫോട്ടോ അവിടെ വെച്ചതിന് ശേഷം എല്ലാം ശുഭമായിട്ടാണ് നടക്കുന്നത്. അഭിലാഷ് സർ അക്കൗണ്ടിൽ 10 ലക്ഷം രൂപ ഇട്ടു. ഇപ്പൊ ഇതാ വീടിന്റെ കാര്യം ശരിയായി. 2 പേരും ഭയങ്കര ഹാപ്പിയിലായിരിക്കും. കുറച്ചു കഴിഞ്ഞ് അവർ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പർച്ചേസ് കവറുമായിട്ട് വീട്ടിലേക്കെത്തി. രവീന്ദ്രനെയും ചന്ദ്രമതിയും സച്ചിയൊക്കെ രേവതിയൊക്കെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി. രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താടാ നീ ഞങ്ങളെല്ലാവരെയും വിളിച്ചു കൂട്ടിയത് എന്ന്. ശ്രുതി പറയുന്നുണ്ട്, അച്ഛാ ഒരു കാര്യം കൊണ്ട് എല്ലാവരും കൂടി ഇവിടെ ഇരിക്ക്. ചന്ദ്രമതി ആകാംക്ഷയോട് ചോദിച്ചു, എന്തെങ്കിലും സന്തോഷമുള്ള കാര്യമാണോടാ മോനെ എന്ന്. ശ്രുതി പറഞ്ഞു, സന്തോഷമില്ലാത്ത കാര്യമാണെങ്കിൽ ഞാൻ ഇങ്ങനെ എല്ലാവരെയും വിളിച്ചു വരുത്തുവോ, ഇങ്ങനെ ഇരിക്കുവോ? അതിനു മുൻപ് ഇതാ എല്ലാവരും ഈ സ്വീറ്റ്സ് ഒക്കെ ഒന്ന് കഴിക്ക്. രവീന്ദ്രനും സച്ചിയൊക്കെ അത് വാങ്ങി കഴിച്ചു. സച്ചി കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി, ഇതിനിടയിൽ വേറെ ആരെങ്കിലും നീ പറ്റിച്ചോ എന്ന്. ശ്രുതി ദേഷ്യപ്പെട്ടു, ഒന്ന് പോടാ സച്ചി, നിനക്ക് എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ പറയാനുള്ളൂ. സച്ചി വിട്ടുകൊടുത്തില്ല. നിന്റെ സ്വഭാവം വെച്ച് ഞാൻ ഇങ്ങനെ തന്നെയാ ചോദിച്ചത്. ശ്രുതി പിന്നീട് കാര്യം പറഞ്ഞു, അച്ഛാ ഇന്ന് അഭിലാഷ് സർ എന്റെ അക്കൗണ്ടിലേക്ക് 10 ലക്ഷം രൂപ ഇട്ടു. ഞാൻ സബ് ഡീലേഴ്സിനെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിന്റെ ലാഭമാണത്. ചന്ദ്രമതിക്ക് അത് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. എന്ത് 10 ലക്ഷം രൂപയോ? സച്ചി വീണ്ടും സംശയം പ്രകടിപ്പിച്ചു. ആർക്കറിയാം, ഇവൻ ആരെങ്കിലുമൊക്കെ പറ്റിച്ച് അടിച്ചു മാറ്റിയതാണോ എന്ന്. ശ്രുതി സുധിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചു. സച്ചി വെറുതെ സുധിയെ കുറ്റപ്പെടുത്തൊന്നും വേണ്ട, അവൻ അങ്ങനെയുള്ള ഒരാളൊന്നുമല്ല. ചന്ദ്രമതി സുധിയെ അങ്ങ് കെട്ടിപ്പിടിച്ചു. എടാ മോനെ, എനിക്കറിയാമായിരുന്നു എന്റെ മോൻ വലിയൊരു ബിസിനസ്സുകാരനാവുമെന്ന്. രവിയേട്ട കണ്ടോ, എന്റെ മോൻ ഇനി ഉയരങ്ങളിലേക്ക് പറക്കും. ഇവന്റെ പേരിലായിരിക്കും ഇനി നമ്മൾ അറിയപ്പെടാൻ പോകുന്നത്. അന്നേരം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അല്ലമ്മേ, അപ്പോ അമ്മക്ക് ഞങ്ങളെ വിശ്വാസമില്ലേ എന്ന്. ചന്ദ്രമതി പറയുന്നത്, നീയും എടുക്കാനാടാ, നീയും ഉടനെ തന്നെ സ്വന്തമായിട്ടൊരു റെസ്റ്റോറന്റ് ഒക്കെ തുടങ്ങും. രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അല്ല ചന്ദ്രേ, നീ സച്ചിയുടെ കാര്യമൊന്നും പറയുന്നില്ലല്ലോ. ചന്ദ്രമതി പുച്ഛത്തോടെ പറഞ്ഞു, ഓ അവൻ വെറും ഒരു ഡ്രൈവറല്ലേ, ദിവസം 3/4 ചക്രത്തിന് വണ്ടി ഓടിക്കുന്നവൻ. അവൻ ഇനി വണ്ടി ഓടിച്ചിട്ടൊക്കെ എവിടെ എത്താനാണ്? അത് കേട്ടപ്പോൾ രവീന്ദ്രൻ അങ്ങ് ദേഷ്യം വന്നു. നീ ഈ അഹങ്കാര വർത്താനം നിർത്തിക്കോ ചന്ദ്രേ. മക്കളെ എല്ലാവരെയും ഒരേപോലെ കാണാൻ പഠിക്കണം. അവനും നിന്റെ വയറ്റിൽ നിന്നും വന്നത് തന്നെയല്ലേ. സച്ചി അച്ഛനെ സമാധാനിപ്പിച്ചു. പോട്ടെ അച്ഛാ, അമ്മയുടെ സ്വഭാവം നമുക്കറിയാവുന്നതല്ലേ. ചന്ദ്രമതി സച്ചിയെ പരിഹസിച്ചുകൊണ്ടിരുന്നു. ശ്രുതി ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കാനൊന്നും നിന്നെ കൊണ്ട് പറ്റില്ല സച്ചി. 10 ലക്ഷം രൂപ കിട്ടാൻ വേണ്ടിയിട്ട് നീ എത്ര വർഷം വണ്ടി ഓടിക്കണം? പോയി വന്നാൽ കയ്യിൽ കിട്ടുന്നത് വല്ല 1000 2000 ആയിരിക്കും. സച്ചി പറയുന്നത്, പാർക്കിൽ പോയി കടല തിന്നു നടന്നവൻ ഇപ്പൊ ബിസിനസ്സുകാരനായപ്പോ വലിയ പത്രാസ് കാണിക്കല്ലേ. ശ്രുതി ചോദിക്കുന്നത്, എടാ നിനക്ക് അസൂയാണോടാ? സച്ചി പറഞ്ഞു, എനിക്കെന്തിനാ അസൂയ? ഈ പണം നിനക്ക് കിട്ടിയത് ഞങ്ങളും കൂടെ ഉള്ളത് കൊണ്ടാ. അന്നേരം ശ്രുതി അത്ഭുതപ്പെട്ടു. നിങ്ങൾ എന്ത് ചെയ്തുന്നായി പറയുന്നത്? സച്ചി ഓർമ്മിപ്പിച്ചു, പരസ്യത്തിൽ അഭിനയിക്കാൻ വന്നത് ഞങ്ങളല്ലേ. പിന്നെ അഭിലാഷ് സർ നിനക്ക് ആ ഒരു ഡീലർഷിപ്പ് തന്നത് ഞാൻ സത്യസന്ധമായി കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചത് കൊണ്ടാണ്. അത് കേട്ടപ്പോൾ ശ്രുതിയുടെ മുഖം അങ്ങ് മങ്ങി. വർഷയും അത് ശരിവെച്ചു. ചന്ദ്രമതി ശ്രുതിയെ വീണ്ടും അങ്ങ് ചേർത്തി പിടിച്ചു. ആരെന്ത് പറഞ്ഞാലും എന്റെ മോന് കിട്ടാനുള്ള അവന് കിട്ടിയിരിക്കും. രവീന്ദ്രൻ പറയുന്നത്, നീ ഒന്ന് അടങ്ങ് ചന്ദ്രേ. ഒരു നല്ല കാര്യം പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ നിനക്ക് പറ്റില്ലല്ലോ. ശ്രുതി അടുത്ത ബോംബങ്ങിട്ടു. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഞാനൊരു വീട് വാങ്ങിക്കാൻ പോവാണ്. ചന്ദ്രമതി ആവേശത്തോട് ചോദിച്ചു, എന്ത് വീടോ? എവിടെയാണ് നീ പുതിയ വീട് വാങ്ങിക്കുന്നത്? ശ്രുതി പറയുന്നത്, ഹിൽ ടോപ്പിൽ 5 കോടിയുടെ ഒരു ബംഗ്ലാവുണ്ട്, അത് വാങ്ങിക്കാനാ എന്റെ പ്ലാന്. 5 കോടി എന്ന് കേട്ടപ്പോൾ ചന്ദ്രമതി അങ്ങ് തുള്ളിച്ചാടി. എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലടാ.
നമ്മുടെ ഈ വീട് പോലെ ലക്ഷങ്ങളുള്ള വീടൊന്നുമല്ല, കോടികളുടെ വീടല്ലേ നീ വാങ്ങിക്കാൻ പോകുന്നത്. സച്ചി ചോദിക്കുന്നത് ഇത്രയും പണം നിനക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന്. ശ്രുതി പറഞ്ഞു, പണമൊക്കെ വരും, ആദ്യം അഡ്വാൻസ് കൊടുത്താൽ മതി, ബാക്കി ലോൺ എടുക്കാം. ഞാനൊരു കോടീശ്വരനാവാൻ പോവല്ലേ. ചന്ദ്രമതി തന്റെ സ്വപ്നങ്ങളെല്ലാം തന്നെ പങ്കുവച്ചു. അത്രയും വലിയൊരു വീട്ടിൽ താമസിക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ശ്രുതി പറയുന്നത്, ആന്റി നല്ല ഭംഗിയുള്ള വീടാണ്. ചന്ദ്രമതി ചോദിക്കുന്നത്, നമ്മുടെ മലേഷ്യയിലെ വീട് പോലെ തന്നെ ആയിരിക്കുമോ എന്ന്. അന്നേരം അത് കേട്ടപ്പോൾ ശ്രുതി ഒന്ന് പതറി. സച്ചിയും രേവതിയും അവളെ നോക്കി. ശ്രുതി കള്ളം മുളിപ്പിച്ചുകൊണ്ട് തന്നെ, മലേഷ്യയിലെ വീടൊക്കെ വേറൊരു ടൈപ്പാണ് ആന്റി, പക്ഷേ ഇത് കോടികളുടെ വീടാണെന്ന് പറയും. പിന്നീട് ശ്രുതി അമ്മക്കായി വാങ്ങിച്ചിരിക്കുന്ന ആ ഒരു സ്വർണ്ണ വളങ്ങ എടുത്തു. ചന്ദ്രമതിക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അവൾ തിരിച്ചും മറിച്ചും ആ ഒരു വളയിലേക്ക് തന്നെ നോക്കാണ്. എന്നിട്ട് ചോദിക്കുന്നത്, ഇത് ശരിക്കും എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണോ മോളെ എന്ന്. ഇതെന്റെ കയ്യിലൊന്ന് ഇട്ട് തന്നെ. ശ്രുതി വളകൾ അമ്മയുടെ കയ്യിലേക്ക് ഇട്ട് കൊടുത്തു. ശ്രുതി അച്ഛനായിട്ട് ഒരു ഷർട്ട് വാങ്ങിച്ചിരുന്നു. അന്നേരം സച്ചി കളിയാക്കി, ഓ അമ്മക്ക് ലക്ഷങ്ങൾ വിലയുള്ള വള, അച്ഛന് വെറുമൊരു ഷർട്ട്, നിനക്ക് നാണമുണ്ടോടാ. രവീന്ദ്രൻ പറഞ്ഞു, സച്ചി നീ ഒന്നും മിണ്ടാതിരിക്ക്, എനിക്കിതുപോലും വേണ്ടായിരുന്നു. ഷർട്ടൊക്കെ അലമാരയിൽ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട്. ചന്ദ്രമതി സച്ചിയെ വീണ്ടും കളിയാക്കി, നീ അതുപോലും വാങ്ങിക്കൊടുക്കുന്നില്ലല്ലോടാ. രവീന്ദ്രൻ പറയുന്നത്, ഇനിയിപ്പോ ഇതിന്റെ പേരിൽ ആരും വഴക്കൊന്നും ഉണ്ടാക്കണ്ട. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് രേവതി ഒറ്റയ്ക്ക് ടെറസിലേക്ക് പോയി നിന്നു. അവൾ വല്ലാത്ത അസ്വസ്ഥയായിരുന്നു. സച്ചി അവളുടെ പിന്നാലെ ചെന്ന് ചോദിക്കുന്നത്, അല്ല രേവതി, നീ എന്താ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചുടുകെട്ട എണ്ണി നിൽക്കുന്നത്. രേവതി പറയുന്നത്, ഒന്നുമില്ല സച്ചിയേട്ടാ. സച്ചി ചോദിക്കുന്നുണ്ട്, നീ എന്താ ആലോചിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ശ്രുതി ബിസിനസ് തുടങ്ങി ഉടനെ തന്നെ കോടികളുടെ വീട് വാങ്ങിക്കുന്നു. എനിക്കാണെങ്കിൽ ഒരു മുറി പോലും പണിയാൻ പറ്റുന്നില്ല എന്നല്ലേ നിന്റെ ചിന്ത. രേവതി പറഞ്ഞത്, ഏയ് അല്ല സച്ചിയേട്ടാ, എന്റെ മനസ്സിൽ അതൊന്നുമല്ല. അവരാ വീട് വാങ്ങിയാൽ അമ്മ അവരുടെ കൂടെ അങ്ങോട്ടേക്ക് പോവും, കൂടെ അച്ഛനെയും കൊണ്ടുപോകും. അച്ഛനും അമ്മയും ഇല്ലാതെ സച്ചിയേട്ടന് ഇവിടെ ഇരിക്കാൻ പറ്റുമോ. സച്ചി ആലോചിക്കുന്നുണ്ട്, ആ അത് ശരിയാണല്ലോ, അച്ഛനെ എനിക്ക് വിട്ടുകൊടുക്കാനൊന്നും പറ്റില്ല രേവതി. എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് ശ്രുതിയോട് പറയാം വീട് വാങ്ങിക്കണ്ട എന്ന്. രേവതി അവനെ തടഞ്ഞു. വേണ്ട സച്ചിയേട്ടാ, ഇങ്ങനെ എടുത്തു ചാടിയിട്ടൊന്നും ചെയ്യരുത്. അവര് വിചാരിക്കും അസൂയ കൊണ്ടാണിത് ചെയ്യുന്നത് എന്ന്. അമ്മയുടെ സ്വഭാവം അറിയാലോ, സംഭവിക്കാനുള്ളത് സംഭവിക്കട്ടെ, എല്ലാം നല്ലതിനെ എന്ന് കരുതിയാൽ മാത്രം മതി. സച്ചി പറയുന്നത്, വഴിയിൽ വെച്ച് ഒരു സ്വാമിജിയെ കണ്ടപ്പോൾ പുള്ളിയും പറഞ്ഞത് ഇതേ കാര്യം തന്നെയാണ്. എങ്കിൽ ശരി, എല്ലാം നല്ലതിന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഇത്രയും ബുദ്ധിയുള്ള നിനക്ക് എനിക്കൊരു ഉമ്മ തരാൻ പറ്റുമോ എന്ന് ചോദിക്കാണ് സച്ചി. രേവതി നാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെ നിക്ക് സച്ചിയേട്ടാ, ആരെങ്കിലുമൊക്കെ കാണും. സച്ചി വിട്ടുകൊടുത്തില്ല. കാണട്ടെ, എന്റെ ഭാര്യയ്ക്കല്ലേ ഞാൻ ഉമ്മ കൊടുക്കുന്നത്. രേവതി അവിടെ നിന്ന് ഓടാൻ നോക്കിയപ്പോൾ സച്ചി അവളുടെ കയ്യങ്ങ് പിടിച്ചു വലിച്ച് നെഞ്ചോട് ചേർത്തു. രേവതി ഒരു ഉമ്മയും കൊടുത്തങ്ങ് താഴേക്ക് ഓടുകയാണ്. അപ്പോഴേക്കും സച്ചി രേവതിയെ പിടിച്ചു. അങ്ങനെ സച്ചിയിൽ നിന്ന് കുതിരി മാറാൻ രേവതി താഴേക്ക് ഓടിയെങ്കിലും അവളുടെ മനസ്സിൽ ആദ്യം ഒഴിഞ്ഞിരുന്നില്ലായിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ ആനന്ദും ശ്രുതിയും ചേർന്ന് പുതിയ ബംഗ്ലാവ് കാണാൻ പുറപ്പെട്ടു. ചന്ദ്രമതി അത്യുത്സാഹത്തിലായിരുന്നു. രവിയേട്ടാ, ഒന്ന് വേഗം റെഡിയാവ്, നമുക്ക് ആ 5 കോടിയുടെ കൊട്ടാരം ഒന്ന് കാണാൻ പോവണ്ടേ. ആ വീട് കാണാൻ പോകുന്ന തിരക്കത്തിൽ അവർ വീടപ്പാടെ ബഹളം വെച്ചു. പക്ഷേ രവീന്ദ്രൻ പതുക്കെ സച്ചിയുടെ അരികിലേക്ക് എത്തി അവന്റെ തോളിൽ കൈവയ്ക്കുന്നുണ്ട്. എടാ മോനെ, നീ സങ്കടപ്പെടേണ്ട. പണത്തിന് മീതെ പാവം പിടിച്ച ഈ അച്ഛന്റെ മനസ്സ്. അവരെങ്ങോട്ടേക്ക് പോയാലും ഞാൻ നിന്റെ കൂടെ ഈ പഴയ വീട്ടിൽ തന്നെ കാണുമെന്ന് പറയും. അച്ഛന്റെ വാക്ക് കേട്ടപ്പോൾ സച്ചിയുടെ കണ്ണ് നിറഞ്ഞു പോയി. ഹിൽ ടോപ്പിലെ ആ വലിയ ബംഗ്ലാവിന് മുന്നിൽ കാർ വന്നു നിന്നു. വിശ്വനാഥൻ സർ അവരെ സ്വീകരിക്കാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. വീടിന്റെ ആഡംബരം കണ്ട് ചന്ദ്രമതിയുടെ കണ്ണ് തള്ളിപ്പോയി. എന്റെ ഈശ്വര, ഇതൊക്കെ സത്യാണോ? എന്റെ മോൻ വലിയ പുള്ളിയാണല്ലോ, കോടീശ്വരൻ എന്ന് അവരിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു. പക്ഷേ ആ സന്തോഷത്തിന് അധികമൊന്നും തന്നെ ആയുസുണ്ടായിരുന്നില്ല. വീടിന്റെ രേഖകൾ പരിശോധിക്കാൻ തുടങ്ങിയപ്പോഴാണ് ശ്രുതി ഒരു കാര്യം ശ്രദ്ധിച്ചത്. ആനന്ദം പറഞ്ഞതുപോലെയൊന്നുമല്ല കാര്യങ്ങൾ. ആ വീട് വലിയൊരു ബാങ്ക് ജപ്തിയുടെ വക്കീലായിരുന്നു. 5 കോടി വിലയുള്ള ആ ഒരു വീട് 3 കോടിക്ക് തരാമെന്ന് പറഞ്ഞത് വിശ്വനാഥൻ സാറിന്റെ ഔദാര്യമൊന്നുമല്ല, മറിച്ച് ഉടനെ തന്നെ പണം കിട്ടിയില്ലെങ്കിൽ ബാങ്ക് അത് പിടിച്ചെടുക്കുമെന്നുള്ളത് കൊണ്ട് മാത്രമായിരുന്നു. ശ്രുതി ആകെ പരിഭ്രമിച്ചു. ശ്രുതി, ഇത് നമ്മൾ വിചാരിച്ചതുപോലെയൊന്നുമല്ല. അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി തുക ലോൺ കിട്ടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാകും. ബാങ്ക് ജപ്തി നോട്ടീസുള്ള വീടിന് ആരും ലോണ് തരില്ല. ഇത് കേട്ടപ്പോൾ ശ്രുതിയുടെ മുഖം അങ്ങ് വിളറി. ചന്ദ്രമതിയുടെ സ്വപ്നങ്ങളെല്ലാം തന്നെ ഒരു നിമിഷം കൊണ്ടങ്ങ് തകർന്നു വീണു. അപ്പോ നമ്മൾ ഇങ്ങോട്ടേക്ക് താമസം മാറില്ലേടാ എന്ന് അവർ കരച്ചിലിന്റെ ശബ്ദത്തിൽ തന്നെ ചോദിച്ചു. സച്ചി അവിടേക്ക് കടന്നു വന്നു. അവൻ ശാന്തനായിരുന്നു. ശ്രുതി, വലിയ സ്വപ്നം കാണുന്നതൊക്കെ നല്ലതാ, പക്ഷേ നീ കാലുറപ്പിച്ച് നിൽക്കുന്ന മണ്ണ് മറന്നു പോവരുത്. ആനന്ദൻ നിന്റെ ഫ്രണ്ട് ആയിരിക്കാം, പക്ഷേ ബിസിനസ്സിൽ എല്ലാവരും വിശ്വസിക്കരുത്. സച്ചിയുടെ ആ ഒരു പക്വതയുള്ള വാക്കുകൾ ശ്രുതിയെ ചിന്തിപ്പിച്ചു. ഒടുവിൽ ആ വീട് വാങ്ങണ്ട എന്ന് തന്നെ അവര് തീരുമാനിക്കാണ്. തിരികെ പഴയ വീട്ടിലേക്ക് എത്തിയപ്പോൾ എല്ലാവരുടെയും മുഖം വാടിയിരുന്നു. പക്ഷേ രേവതി അടുക്കളയിൽ നിന്ന് നല്ല ചൂട് ചായയും പലഹാരവുമായി ഉമ്മറത്തേക്ക് വന്നു. സാരമില്ല ശ്രുതി, നമുക്ക് നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ട് ഈ പഴയ വീട് തന്നെ ഒന്ന് പുതുക്കി പണിയാം. എല്ലാവരും ഇവിടെ ഒന്നിച്ചു തന്നെ കഴിഞ്ഞാൽ പോരെ എന്ന് ചോദിക്കും. രേവതിയുടെ ആ ഒരു ചോദ്യത്തിനു മുന്നിൽ ചന്ദ്രമതിക്ക് മറുപടിയൊന്നുമില്ലായിരുന്നു. അവർ പതുക്കെ സച്ചിയുടെ അരികിലേക്ക് ചെന്ന് അവന്റെ തലയിലങ്ങ് കൈവച്ചു.
എടാ മോനെ, നിനക്ക് ബുദ്ധിയില്ലെന്ന് ഞാൻ വെറുതെ പറഞ്ഞതൊന്നുമില്ല. നീയാണ് ശരിക്കും ഈ കുടുംബത്തിന്റെ ഐശ്വര്യം. അന്ന് വൈകുന്നേരം എല്ലാവരും വീണ്ടും ആ ഒരു പഴയ ഉമ്മറത്ത് ഒന്നിച്ചിരുന്നു. സുധി തന്റെ അഹങ്കാരം വെടിഞ്ഞ് സച്ചിയോട് മാപ്പ് ചോദിക്കാണ്. രവീന്ദ്രൻ സുധി നൽകിയ ആ ഒരു പുതിയ ഷർട്ടിട്ട് സന്തോഷത്തോടു കൂടെ തന്നെ എല്ലാവരെയും നോക്കി ചിരിച്ചു. കോടികളുടെ ബംഗ്ലാവിനേക്കാൾ വലിയൊരു സ്വർഗമാണ് തങ്ങളുടെ ഈ ഒരു ചെറിയ വീഡിയോ എന്ന കാര്യം അവരന്ന് തിരിച്ചറിഞ്ഞു. സച്ചിയും രേവതിയും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം സ്നേഹമാണെന്ന് ആ ഒരു പുഞ്ചിരി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെമ്പനീർ പൂവിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയ്ക്ക് വരാം. ബൈ.